ഇന്നത്തെ വാർത്തകൾ സമർപ്പിക്കുന്നത് JK Marbles, Tiles and Sanitaries, ചാവക്കാട്, തൃപ്രയാർ, കാട്ടൂർ. നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി ആഘോഷത്തിന്റെ വർണ്ണപ്രഭയൊരുക്കി ബാലഗോകുലങ്ങൾ. ശോഭയാത്രകളിൽ വൻ ഭക്തജനത്തിരക്ക്. തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അവയവദാന സമ്മതപത്രം കൈമാറി മണലൂരിലെ 5ാം വാർഡ് കുടുംബശ്രീ വാർഷികം. അന്തിക്കാട് വാമനമൂർത്തി ക്ഷേത്രത്തിലെ 2ാം ഘട്ട വാസ്തുവിളക്ക് വിതരണം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അവതാര പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി കൃഷ്ണനാമജപങ്ങൾ കൊണ്ടും ശോഭയാത്ര കൊണ്ടും വാദ്യമേളങ്ങൾ കൊണ്ടും നഗര ഗ്രാമവീഥികൾ വ്യത്യാസമില്ലാതെ ആഘോഷിച്ചു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരുക്കങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ബുധനാഴ്ച കാണാൻ കഴിഞ്ഞത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ ആരംഭിച്ച ശോഭയാത്രകൾ വൈകിട്ട് 8 മണിവരെ നീണ്ടുനിന്നു. ഗ്രാമവീഥികൾ പലതും ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞു. കൃഷ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും വേഷം കെട്ടി നിറഞ്ഞാടിയ കുട്ടികളും നിശ്ചല ദൃശ്യങ്ങൾ നിറഞ്ഞ ഘോഷയാത്രയും പഞ്ചവാദ്യവും കാവടിയാട്ടവുമെല്ലാം ഗ്രാമവീഥികളെ പുളകം കൊള്ളിക്കാൻ പോന്നവയായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നടന്ന ശോഭയാത്ര ചടങ്ങുകളിലേക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെയും വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെയും 16 ബാലഗോകുലങ്ങൾ തൃപ്രയാറിൽ കേന്ദ്രീകരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് നടത്തിയ ശോഭയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
വാദ്യമേളങ്ങളും കാവടിയും തേരും കൃഷ്ണവേഷം കെട്ടിയ കുട്ടികളും തൃപ്പയാറിനെ ശരിക്കും ആഹ്ലാദത്തിൽ ആറാടിച്ചു. നിശ്ചല ദൃശ്യങ്ങളും ഭജനയും പൂത്താലമേന്തിയ അമ്മമാരും ശോഭയാത്രയെ വർണ്ണാഭമാക്കി മാറ്റി. പെരിങ്ങോട്ടുകര കാഞ്ഞിരച്ചുവട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിലും ബാലികാ ബാലന്മാരും ബാലഗോകുലം പ്രവർത്തകരും അണിചേർന്നു. പൈനൂർ ആമൽക്കുളങ്ങല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര തൃപ്പയാർ ക്ഷേത്രത്തിൽ സമാപിച്ചു. കൃഷ്ണവേഷധാരികളും തേരും ശോഭയാത്രയ്ക്ക് അകമ്പടിയായി. വാടാനപ്പള്ളിയിൽ നടന്ന ഘോഷയാത്രയിൽ ബാലികാ ബാലകന്മാർ ഉൾപ്പെടെ നിരവധി കുട്ടികൾ അണിചേർന്നു. അവരുടെ പുറകിലെ വിവിധ ബാലികമാരെ എടുക്കുന്ന അമ്മമാർ, രണ്ടാമത് കൃഷ്ണവേൽ അമ്മമാർ,
രണ്ടാമത്തെ ശോഭയാത്രയും ഗംഭീരമായി നടന്നു. നിരവധി കുട്ടികളും വാദ്യഘോഷങ്ങളും അകമ്പടിയായി. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം നമുക്ക് നൽകിയ ആദർശസ്വരം സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ മറ്റൊരു രൂപമാണ് ഈ ക്ഷേത്രത്തിൽ. എടമുട്ടത്ത് നടന്ന ഘോഷയാത്രയിലും വാദ്യമേളങ്ങളും വേഷധാരികളും അണിചേർന്നു.
ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒപ്പിട്ട അവയവദാന സമ്മതപത്രം കൈമാറി. വാർഡംഗം പത്മിനി സത്യന്റേതുൾപ്പെടെയുള്ള സമ്മതപത്രം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത്, കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി AP മനോഹരൻ, AD ബെന്നി എന്നിവർക്കാണ് കൈമാറിയത്. വാർഷികാഘോഷ പരിപാടികൾ അന്തിക്കാട് SIC പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മത്സരം ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ കായിക മത്സരങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാനാണ് പോലീസിനെ സാധാരണ വിളിക്കാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് പോലീസ് ഇന്ന് ജനങ്ങളുടെ ഭാഗമാണ്, ജനങ്ങളുടെ ആശ്രയമാണ്, ജനങ്ങളുടെ സഹായിയാണ് എന്ന ചിന്താഗതി പോലീസ് മനസ്സിലാക്കിയതോടൊപ്പം തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ ജനമൈത്രി പോലീസിന്റെ വിജയം. ഒരുപാട് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പോലീസിൻ്റെതായ ഒരു സഹായം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഈ ഓഡിറ്റോറിയത്തിൽ നല്ല ഒരു കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ പാന്തോടിന്റെ വടക്കോ ഒരു മാഷിനെ വിളിച്ചു. മാഷ് പറഞ്ഞു, സാറേ ഒരു നായ ചത്തിട്ട് വീർത്ത് റോട്ടിൽ എൻ്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്നത്, ആരും കുളിച്ചിട്ടാൻ ഒരാളും വരുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ. നേരെ ഞാൻ ഇവിടുന്ന് ഈ കല്യാണത്തിൽ പങ്കെടുത്ത് നേരെ അവിടെ ചെന്ന് അന്വേഷിച്ച ഒരു നായ, അത് വലിയ നായ സ്മെല്ല് വരാവുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ ചെന്ന സമയത്ത് തന്നെ ഒരാൾ ഓടി വരും, സാർ എന്താ സാറേ പ്രശ്നം? അപ്പൊ ഞാൻ തന്നെ പ്രശ്നം, ഒരു നായയുടെ ചത്തിലെടുക്കുന്നത് തന്നെ പ്രശ്നം. സാർ ഞാൻ വിളിച്ചില്ല സാർ. അരമണിക്കൂറിലൂടെ അദ്ദേഹം തന്നെ കൈകൊണ്ട് കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ അത് കുളിച്ചിട്ട് തീർത്തപ്പോ മാഷ് പറഞ്ഞു, സാറേ 4 മണിക്കൂർ ഇതിവിടെ കിടക്കരുത്, ഒരാളും ഇതിനുണ്ടായിരുന്നില്ല. അപ്പൊ പോലീസിനെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് ഒരു സപ്പോർട്ടാണ്. ഇപ്പൊ ADS സെക്രട്ടറി ശാലിനി രവീന്ദ്രൻ, സിജി മോഹൻദാസ്, ശോഭ സുരേന്ദ്രൻ, ഗിരിജ വല്ലഭൻ, വിജി ശശി, ജനാർദ്ദൻ മണ്ണുമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കൊട്ടാരം മഴവിൽ അഴകാൽ പുതുവർണ്ണ ജാലകം തുറന്നു The perfect match makes you the perfect beauty. Beauty Silks. ഇനി മുതൽ തൃപ്രയാറിലും. അഴകിനും മംഗലാവണ്യത്തിനും GS ബ്യൂട്ടി പ്ലസ്. ഈന്തപ്പഴസത്ത്, കുങ്കുമപ്പൂ, താൻ എന്നീ ചേരുവകളാൽ സമൃദ്ധം. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. GS ബ്യൂട്ടി പ്ലസ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ അത്യുത്തമം. GS എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആരോഗ്യ ദൃഢതയ്ക്കും ബലമുള്ള ശരീരത്തിനും GS ഹെൽത്ത് ടോൺ. ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവയാൽ സമൃദ്ധം. GS ഹെൽത്ത് ടോൺ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്, വെജിറ്റബിൾ എക്സ്ട്രാക്റ്റിനാൽ സമൃദ്ധം. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ക്രീം. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ഓയിൽ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാത്ത GS നാച്ചുറൽ ബ്യൂട്ടി സോപ്പ്. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ, ഗ്ലിസറിൻ എന്നിവ ചേർത്ത സൗന്ദര്യ സോപ്പുകൾ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. എവിടെ കാണോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്താ, എന്തു പറ്റി? അത് കണ്ടില്ല എന്റെ മാഷെ. ഉണ്ണിക്കുട്ടൻ പുര നിറഞ്ഞു. ഇനി എന്താ ചെയ്യുക? അതിനല്ലേ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടോ? ചാക്കോ, ബ്രിങ് ദാറ്റ് ബാക്ക്.
intimatematrimony.com. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതില്ല. അപ്പോ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ അതെല്ലാം അവർ ചെയ്തോളും. അതാണ് ഇന്റിമേറ്റിനെ ഇന്റിമേറ്റ് ആക്കുന്നത്. ഹലോ intimatematrimony.com. പെണ്ണ് കാണൽ മുതൽ വിവാഹം വരെ ഇന്റിമേറ്റ് ഉണ്ടാകും കൂടെ. ഇന്റിമേറ്റ് മാട്രിമോണി ഉള്ളപ്പോ വെറുതെ പുറത്തറഞ്ഞു നിൽക്കണോ? intimatematrimony.com. ഇനി വിവാഹം ഇന്റിമേറ്റിലൂടെ. വാർത്തകൾ തുടരുന്നു. മഹാത്മാ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനം സർക്കാർ പൊതു അവധി നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. മഹാത്മാ അയ്യൻകാളിയുടെ മഹാജയന്തി ആഘോഷ പ്രചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗത്തിലാണ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി എസ് കുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മേഖലാ പ്രസിഡന്റ് ശിവരാമൻ പേരോത്ത് അധ്യക്ഷനായി. എം വി മണികണ്ഠൻ, ശിവദാസ് താണിയത്ത്, ബാബു ചിറയത്ത്, സനോജ് കണക്കന്ത്ര, സനീഷ് കല്ലയിൽ, മഹേഷ് വടക്കുംകുളം, പവിത്രൻ മാരാത്ത് എന്നിവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പുള്ള്, പുറത്തൂർ, ആലപ്പാട്, പഴുവിൽ വെസ്റ്റ്, ചിറക്കൽ പ്രദേശങ്ങളിൽ ശോഭയാത്രകൾ നടന്നു. കൃഷ്ണവേഷം കെട്ടിയ ബാലികാ ബാലകന്മാരും തപ്പും തകിലും തേരും ശോഭയാത്രയെ വർണ്ണാഭമാക്കി. 200ഓളം ബാലികാ ബാലന്മാർ ചാഴൂരിൽ നടന്ന ഘോഷയാത്രയിൽ വേഷധാരികളായി. നന്നായി ചെമ്മാപ്പള്ളി വീര ശിവജി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്ര കൂട്ടുമാക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. തുടർന്ന് കൊട്ടാരവളപ്പ് ക്ഷേത്രം വഴി കടന്നുവന്ന് ചെമ്മാപ്പള്ളി ആനേശ്വരം ക്ഷേത്രത്തിൽ സമാപിച്ചു. ഭജന, നാദസ്വരം, കുട്ടികളുടെ കോൽക്കളി, ഉറിയടി, കൃഷ്ണവേഷം കെട്ടിയ 100 കണക്കിന് ഗോപികമാർ എന്നിവർ ചേർന്ന് ശോഭയാത്രയ്ക്ക് പകിട്ടേകി. തുടർന്ന് വെണ്ണ നിവേദ്യവും അവിൽ നിവേദ്യവും ഭക്തർക്ക് പ്രസാദമായി നൽകി.
കളയാനില്ലൊരു മാത്ര പോലും ആ കൈയൊഴുകും നേരമെല്ലാം വലിയുന്നു പോലും കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കളച്ചു കണ്ണൻ കാട്ടുമുളം കണ്ടൊടിച്ചൊരു തുഴലു ചമച്ചു പുണ്യമുള്ള നിന്റെ ജന്മം കൂടണയില്ലേ കണ്ണനെ പുണർന്നാറും മണ്ണ് പോലലിഞ്ഞു പുണ്യമുള്ള നിന്റെ ജന്മം കൂടണയില്ലേ മറുപിറവികളറിയാത്തൊരു ഭാഗ്യം കണ്ണു കളച്ചു കണ്ണ കാട്ടുമുളം തണ്ടു. കാട്ടൂരിൽ കാട്ടൂക്കടവിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി കുട്ടികൾ അണിചേർന്നു. കൃഷ്ണവേഷം കെട്ടിയ കുട്ടികളുമായി ഉച്ചതിരിഞ്ഞ് 5 മണിയോടെയാണ് കാട്ടൂക്കടവ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര ആരംഭിച്ചത്. അന്തിക്കാട് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ 2ാം ഘട്ട വാസ്തുവിളക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. പൗരാണികമായ രീതിയിൽ കൊണ്ടു നടക്കുന്നവരും അത് ആചരിക്കുന്നവരുമാണ്. ദൈവികമായുള്ള സങ്കല്പങ്ങളൊക്കെ കുടിയിരുത്തിക്കൊണ്ട് ഇത്രത്തോളം മഹനീയതയോടെ ചിട്ടയോടെ വസിക്കുന്ന ഒരു വിഭാഗം ഭാരതത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൗരാണിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചിട്ടയോടും പരസ്പര ധാരണയോടും കൂടി ചെയ്തു വെച്ചിരിക്കും. ക്ഷേത്രം പ്രസിഡന്റ് KB ഷമ്മി അധ്യക്ഷനായി. എഞ്ചിനീയർ CK രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി. വാസ്തുവിളക്ക് നിർമ്മാതാവ് R വെങ്കിടാചലം, KG ശങ്കരൻ നമ്പൂതിരി, K വല്ലഭൻ നമ്പൂതിരി, ചന്ദ്രമോഹൻ നല്ലയിൽ, രാംകുമാർ കാട്ടാനിയിൽ, ഉണ്ണികൃഷ്ണൻ പറങ്ങാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ശോഭയാത്രയുടെ ഭാഗമായി ഗോപൂജ നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകളും നടന്നിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പൂജാകർമ്മത്തിലും ഗോപൂജയിലും പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായി. കാരമുക്ക് ശ്രീനാരായണ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് കുട്ടികൾ അണിനിരുന്ന ശോഭയാത്ര ശ്രദ്ധേയമായി. കൃഷ്ണരാധ ഗോപിക വേഷം കെട്ടിയ കുട്ടികൾ കാഞ്ഞാണി സെന്ററിൽ ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ ആഘോഷവുമായി എത്തി. ജവഹർ ബാലജനവേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുങ്ങോട്ടുകരയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി AS വേലായുധൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ ദിനത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുക, നമ്മുടെ ലോകത്തിലെ സമാധാനത്തിനു വേണ്ടി നരവേട്ട നടത്തിക്കൊണ്ടിരുന്ന പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കിയിരുന്ന കംസനെ വധിക്കുന്നതിനു വേണ്ടി ജവഹർ ബാലജനവേദി ജില്ലാ ചെയർമാൻ ജോസ് കുരിച്ചിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ആന്റോ തൊറയൻ, താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട്ട്, ചിത്രബാനു, ഷജിൽ പുളിഞ്ചോട്, സുജിൻ വൈലോപ്പിള്ളി, വാർഡംഗം ഗീതാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.